1239 സ്പെയിനിൽ വെച്ച് നടന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണ്. 1239 ഒരു യുദ്ധമുഖത്ത് വെച്ചാണ് അത്ഭുതം നടക്കുന്നത്. ഡറാക്കോ, സ്പെയിനിലെ ഡറാക്കോ എന്ന് പറയുന്ന സ്ഥലമാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ടവർ, അതിന്റെ പശ്ചാത്തലം ഇതാണ്. ക്രിസ്ത്യൻ പട്ടണങ്ങൾ, സ്പെയിനിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള പട്ടണങ്ങളായിരുന്നു ഡറാക്കോ, അരഗോൺ, അതുപോലെ താനിരു എന്ന് പറയുന്ന ഈ 3 സിറ്റികളാണ്. ഈ 3 സിറ്റികളും ചേർന്ന് അവര് ഒരു യുദ്ധത്തിനൊരുങ്ങുകയാണ്. മറ്റൊരു ടീമിനെ പിടിക്കുവാൻ യുദ്ധത്തിനൊരുങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് ശത്രു സൈന്യം അവർ കുറെ കൂടി പവർഫുള്ളാണ്. ഈ സമയത്ത് ഈ യുദ്ധത്തെ നിയന്ത്രിക്കുന്ന 6 സൈനികരുണ്ട്. 6 സൈനികരെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 6 സൈനികരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത്, നമുക്കത് കൃത്യം പറയാം. എൻ്റെ സഹോദരങ്ങളെ, ഈ 6 സൈനികര് അവര് അവിടുത്തെ ഡറോക്കയിലെ അച്ഛന് വൈദികനായിരുന്ന അഭിഷിക്തനായിരുന്ന ഫാദർ ഡോൺ മത്തയോ മാർത്തിനേസ്, പേരുകളൊക്കെ അത്തരത്തിലുള്ള പേരുകളാണ്, സ്പാനിഷ് പേരുകളല്ലേ. മത്തയോ മാർത്തിനേസ് എന്ന് പറയുന്ന ഒരു വന്യ വൈദികൻ അച്ഛനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ, യുദ്ധകളത്തിലോട്ട് വരണം, ഞങ്ങൾ യുദ്ധത്തിനായി പോവുകയാണ്. ശത്രു സൈന്യം അവര് നല്ല പവർഫുൾ ആണ്. ആയതിനാൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് കർത്താവിന്റെ രക്തശരീരങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കുവാനായി നൽകണം. ഈ 6 സൈന്യാധിപന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് ആ സൈന്യാധിപന്മാരുടെ പേരും സഭാ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പേര് ഡോൺ ജിമനേസ് പെരേസ് എന്നാണ്. ഡോൺ ജിമനേസ് പെരേസ്. മറ്റൊരു സൈന്യാധിപന്റെ പേര് ഡോൺ ഫെർണാണ്ടോ സാഞ്ചസ്. മറ്റൊരു സൈന്യാധിപന്റെ പ്രകാരമാണ് ഡോൺ പേദ്രോ. മറ്റൊരു സൈന്യാധിപന്റെ പേര് ഡോൺ റൈമുന്തോ. ഡോൺ റൈൻമുന്തോ. മറ്റൊരു സൈന്യാധിപന്റെ പേര് ഡോൺ ഗുയിലിൽ ലോർമോ. ഇതൊക്കെ എന്തിനാ പറയണമെന്ന് ഇത് കെട്ടുകഥകളല്ല എന്ന് നമ്മൾ അറിയണം സഹോദരങ്ങളെ. ഇതൊക്കെ കൃത്യമായ ഡോക്യുമെന്റേഷൻ ഉണ്ട്, കൃത്യമായ ചരിത്ര രേഖകളുണ്ട്. ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ്, അല്ല ഗിമ്മിക്സുകളല്ല, കെട്ടിച്ചമയ്ക്കുന്ന കഥകളല്ല സഹോദരങ്ങളെ. ഇതൊക്കെ ചരിത്രത്തിലെ തെളിവുകളാണ്, എവിഡൻസുകളാണ്. ഹല്ലേലൂയ. 6ാമത്തെ സൈന്യാധിപന്റെ പേരാണ് ഡോൺ സിമോണോ കാറോസ്. ഡോൺ സിമോണോ കാറോസ്. ഈ 6 സൈന്യാധിപന്മാർ ചേർന്ന് അവരുടെ നേതൃത്വത്തിലാണ് ഈ പടയാളികൾ വിവിധ തലങ്ങളിലേക്ക് ഫൈറ്റിനായിട്ട് പോകുന്നത്. ഈ സൈന്യാധിപന്മാർ ചേർന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, കുർബാന അർപ്പിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ യുദ്ധമുഖത്ത് വന്ന് ബഹുമാനപ്പെട്ട വന്യവൈദികൻ ഈ 6 സൈന്യാധിപന്മാർക്ക് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. ഈ അർപ്പിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, കുർബാന തീരുന്നതിനൊക്കെ തൊട്ട് മുൻപ് പെട്ടെന്ന് ശത്രു സൈന്യം വേഗത്തിൽ കടന്നു വരികയാണ്. ശത്രു സൈന്യം പെട്ടെന്ന് കടന്നു വരുന്നു. പരിശുദ്ധ കുർബാന നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമായി. ഈ സമയത്ത് ഈ ബഹുമാനപ്പെട്ട വന്യവൈദ്യൻ എന്താ ചെയ്തെന്ന് പറഞ്ഞു? ഈ സൈന്യാധിപൻ 6 സേനാധിപന്മാർക്ക് കൊടുക്കാനുള്ള തിരുവോസികളുണ്ട്. ഈ തിരുവോസികൾ അച്ഛൻ അൾത്താര വിരിയിൽ പൊതിയുകയാണ്. അവിടെ വന്നിരിക്കുന്ന അൾത്താര വിരിയിൽ പൊതിയുന്നു. ആ പൊതിഞ്ഞിട്ട് എൻ്റെ സഹോദരങ്ങൾ, ആരും കാണാതെ തൊട്ടടുത്തുള്ള ഒരു പാറക്കെട്ടിൽ അത് അച്ഛനെ ഒളിപ്പിച്ചു വെക്കുകയാണ്. ആ രംഗങ്ങൾ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ കാണുക സഹോദരങ്ങളെ, നല്ല ക്ലാരിറ്റിയോട് കൂടി കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും ഇത് നോക്കിക്കണ്ടേ. ഇത് കണ്ടോ, അവിടെ കുർബാന അർപ്പിക്കുകയാണ്. ഈശോയേ, ആ കുർബാന അർപ്പിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്നാണ് ശത്രു സൈന്യം കയറുന്നു വരുന്നത്, ശത്രു സൈന്യത്തിന് അറ്റാക്ക് ഉണ്ടാകുന്നത്. കുർബാന വാഴ്ത്തി പെട്ടെന്ന് ശത്രു സൈന്യത പാഞ്ഞു വരുന്നു. അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്, യുദ്ധത്തിന് വേണ്ടി ഓടുകയാണ്. ഈശോയേ, ഈ സമയത്ത്
മറ്റാരും കാണാതെ ആൾത്താര വിരിയില് ആ തിരുവോസ്തി അച്ഛൻ പൊതിയുക. എന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അത് നിക്ഷേപിക്കുക. ഒരു കുഞ്ഞാ പാറക്കെട്ടിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ സഹോദരങ്ങളെ, അത്ഭുതകരമായി ഈ സൈന്യം വിജയിക്ക് ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുകയാണ്. അടിയുറച്ച ദൈവവിശ്വാസികളായിരുന്ന, ദൈവഭയമുണ്ടായിരുന്ന ഈ 6 സൈന്യാധിപന്മാരുടെ പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട ജീവിതങ്ങളായിരുന്നു ഈ സൈന്യാധിപന്മാരുടെ ജീവിതം. അവർക്ക് ഉറപ്പുണ്ടായിരുന്നു, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറപ്പാട് 14:14. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പൊരുതിക്കൊള്ളും. ഹല്ലേലൂയ. ആരെല്ലാം കർത്താവിൽ ചങ്കുറപ്പിക്കുന്നവോ, ആരെല്ലാം കർത്താവിന്റെ വചനങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നവോ, ആരെല്ലാം പരിശുദ്ധ കുർബാന തങ്ങളുടെ ജീവിതങ്ങളെ കെട്ടിയിരിക്കുന്നുവോ, അവരെ പരാജയപ്പെടുത്തുവാൻ, അവരെ നശിപ്പിക്കുവാൻ, അവരെ ഇല്ലാതാക്കാൻ ഈ ലോകത്തിലെ ഒരു തിന്മയ്ക്കും ഒരു ശക്തിക്കും സാധ്യമല്ല. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് തന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങി വന്ന് യുദ്ധവീരനെ പോലെ യുദ്ധം ചെയ്തു. ധരോക്കയിലെ വിശ്വാസികൾ യുദ്ധം വിജയിച്ചു. ഈ വിജയത്തിന് നന്ദി പറഞ്ഞോണം. ബഹുമാനപ്പെട്ട മത്തായിയുടെ അച്ഛൻ അടുത്ത് വന്നിട്ട് ഈ സൈന്യാധിപര് പറഞ്ഞു, കർത്താവിന് നന്ദി പറയും കൃതജ്ഞതയായിട്ട്, അച്ഛാ ആ തിരുവോസ്തി ഞങ്ങൾക്ക് തരണം. എൻ്റെ സഹോദരങ്ങളെ, ഈ സമയത്ത് ബഹുമാനപ്പെട്ട വന്യവൈദികൻ അദ്ദേഹം ഓർത്തു, ആ ചെറിയ പാറക്കെട്ടുകൾക്കുള്ളിൽ ആൾത്താര വിരിയിൽ 6 തിരുവോസ്തികള് അദ്ദേഹം ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? അദ്ദേഹം അത് എടുക്കുകയാണ്. ആ രംഗങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിക്കാണാം സഹോദരങ്ങളെ. അദ്ദേഹം അത് എടുക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച, എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടോ, അച്ഛൻ വരുന്നു, അത് തുറന്നു നോക്കുകയാ. ആ തിരുവോസ്തി വെച്ചിരിക്കുന്ന ആ തുണി തിരക്തം കൊണ്ട് നനഞ്ഞിരിക്കുകയാ. അത് തിരുവസ്ത്രമായിട്ട് മാറി. കർത്താവിന്റെ തിരിച്ചോരൊഴുകപ്പെട്ടു. വലിയൊരു ദിവ്യകാരുണ്യ അത്ഭുതം സഭാ ചരിത്രത്തിൽ 1239 സ്പെയിനിലെ ഡറോക്കയിൽ വെച്ച് കർത്താവ് പ്രവർത്തിക്കുകയാണ്. കണ്ടു. ഹല്ലേലൂയ. ഓ, ജീവനോടൊരു ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ സഹോദരങ്ങളെ, ദിനം തോറും നമ്മൾ ഭക്ഷിക്കുന്നത് വെറും ഒരു ഗോതമ്പിന്റെ അപ്പക്കഷ്ണമല്ല, അത് ജീവിക്കുന്ന കർത്താവിന്റെ യഥാർത്ഥ ശരീരമാണ്. നീ വിശ്വസിച്ചോ? 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 ബഹുമാനപ്പെട്ട വൈദികരെ വിശ്വസിച്ചോ? ബഹുമാനപ്പെട്ട സമർപ്പിതരെ വിശ്വസിച്ചോ? ഓ, എന്റെ പ്രിയപ്പെട്ട കുടുംബസ്ഥരെ, എന്റെ യുവജനങ്ങൾ, എന്റെ കുഞ്ഞുമക്കളെ വിശ്വസിച്ചോ? അത് വെറും അപ്പമല്ല, അത് വെറും വീഞ്ഞല്ല, അത് സർവശക്തനായ കർത്താവിന്റെ ജീവനുള്ള ശരീരമാണ്, ജീവിക്കുന്ന രക്തമാണ്. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജീസസ്, ജീസസ്. പറയുമ്പോൾ ശക്തമായ അനോയിന്റിംഗ് വരിക, വലിയ അഭിഷേകം കർത്താവ് തുറന്നു വിടുകയാ. ഭവനങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്, ഓ, ചില ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ അഭിഷേകം വ്യാപരിക്കുകയാ. കർത്താവെ പകരുക, 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 പകരുക. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈ സേനാധിപന്മാരെ എന്താ ചെയ്തെന്ന്? അവർ അടിയുറച്ച ദൈവവിശ്വാസികളാ. അവരെ അവരുടെ കുന്തം കൊണ്ട് ഈ തിരുവസ്ത്രം, തിരക്തത്താൽ നനഞ്ഞിരിക്കുന്ന ഈ അൾത്താര തുണി അവർ കുത്തിയെടുത്ത് ഒരു പതാകയായിട്ട് അവർ കുത്തി നിർത്തും. അവർ സ്പെയിൻ, ആ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവരാണ്. ആ സ്ഥലങ്ങളിലേക്കെല്ലാം അവർ ഈ തിരുവസ്ത്രം കൊണ്ടുപോകുക. സഹോദരങ്ങളെ, 3 പ്രാവശ്യം ഡറോക്കോ പട്ടണത്തിൽ തന്നെ ഈ തിരുവസ്ത്രം വിശ്വാസികളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, സഭ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന സമയത്താണ് ഈ 6 പേർക്കും ഒരു ചെറിയ കശപിശയുണ്ടായി. ഇത് ആര് സൂക്ഷിക്കും? ആരുടെ പട്ടണത്തിൽ സൂക്ഷിക്കും? ആ സമയത്ത് ഈ 6 പേരും ഒരു തീരുമാനമെടുത്തു. നമുക്കൊരു കഴുതയെ, ഒരു കഴുതയുടെ പുറത്ത് ഈ തിരുവസ്ത്രം നമുക്ക് കെട്ടി കഴുതയെ നമുക്ക് പറഞ്ഞുവിടാം. കഴുത ഏത് പട്ടണത്തിൽ നിൽക്കുന്നുവോ ആ പട്ടണത്തിലാണ് ഈ തിരുവസ്ത്രം നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്ന് അവരൊരു തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ സഹോദരങ്ങളെ, ഈ തിരുവസ്ത്രം ഒരു കഴുതയുടെ പുറത്ത് കെട്ടിയിട്ട് അവരാ കഴുതയെ പറഞ്ഞു വിടുകയാണ്.
കഴുത പോയത് എവിടെയാണെന്നറിയോ? 200 മെയിലുകൾ 12 ദിവസം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാ. ഇതിലെല്ലാം കർത്താവിന് നിശബ്ദമായ പ്രവർത്തനങ്ങളുണ്ട്. ബുദ്ധിക്ക് മനസ്സിലാവില്ല, യുക്തിക്ക് മനസ്സിലാവില്ല. അതിന് പറയുന്ന പേരാ വിശ്വാസം. ഹൃദയം തുറക്കണം, ഹൃദയ കണ്ണുകൾ പ്രകാശിതമാകണം, ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടണം. എങ്കിലേ ഈ മിസ്റ്ററി നിനക്ക് മനസ്സിലാകൂ. റെവലേഷൻ ഇതൊരു വെളിപാടാണ് സഹോദരങ്ങളെ. 200 മൈൽ യാത്ര ചെയ്ത് ദറോക്കയിലെ സെന്റ് മാർക്കിന്റെ ദേവാലയത്തിന് മുന്നിൽ ഈ കഴുത വന്ന് നിൽക്കുക. അവർക്ക് മനസ്സിലായി ദറോക്കയിലെ സെന്റ് മാർക്കിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. നിങ്ങൾ ആ രംഗങ്ങളിൽ നിന്ന് പെട്ടെന്ന് നോക്കിക്കണ്ടേ എൻ്റെ സഹോദരങ്ങൾ. ആ കഴുതയുടെ പുറത്ത് ആ തിരുവസ്ത്രം അവരെ ദൈവത്തിന്റെ ഭൂഖ നയിക്കുകയാണ്. 12 ദിവസം യാത്ര ചെയ്ത് 200 മൈലുകൾ യാത്ര ചെയ്തു. അത് പോയി നിന്നത് സെന്റ് മാർക്കിന്റെ ദേവാലയത്തിന്റെ മുന്നിലാണ്. ദറോക്കയിലെ സെന്റ് മാർക്കിന്റെ ദേവാലയത്തിന്റെ മുന്നിൽ വന്നു. ആ തിരുക്കാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഒറിജിനലാണ്, വെറുതെ ചുമ്മാ ഫോട്ടോയല്ല. 1239 യുദ്ധമുഖത്ത് സ്പെയിനിലെ ദറോക്കയിൽ കർത്താവ് ചെയ്ത ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ ആ തിരുവസ്ത്രമാണ് കാണുന്നത്. കണ്ടോ, രക്തപ്പാടുകൾ കണ്ടു സഹോദരങ്ങളെ. ഇന്നും ലൈവായിട്ട് സഭയിൽ ഇരിക്കുകയാണ്. സെന്റ് മാർക്ക് ദേവാലയത്തിൽ ആ തിരുവസ്ത്രം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്.